ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു വലിയ ഹോൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതിനുവേണ്ടി ടേബിളൊക്കെ ഞാൻ കാലിയാക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് വീക്ക് ഞാൻ മലേഷ്യയിലേക്ക് ഒരു ട്രിപ്പ് പോയായിരുന്നു. അവിടുന്ന് വാങ്ങിച്ച കുറച്ച് അടിപൊളി സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ മലേഷ്യയിൽ മിനിസോയിൽ നിന്ന് മേടിച്ച ഒരു ടംബ്ലർ കാണിച്ചു തരാം. നല്ല രസമാണ് കാണാൻ. ബ്ലൂ കളറിൽ ഗ്ലിറ്റർ പാറ്റേൺ ഉള്ള ഒരു വാട്ടർ ടംബ്ലറാണ്. ഇത് വാങ്ങണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹമായിരുന്നു. നമ്മൾ വീഡിയോസിലൊക്കെ കാണില്ലേ, എല്ലാ ഗേൾസിൻ്റെ റൂമിലുണ്ടാവുമല്ലോ ഈ കപ്പ്. അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഫൈബർ സ്ട്രോ ഒക്കെ ഉണ്ട്, ഫൈബർ ഓർ പ്ലാസ്റ്റിക് മേ ബി. പിന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ടാഗ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത് ഞാനിത് ഓപ്പൺ ചെയ്തപ്പോഴാണ് കണ്ടത് കേട്ടോ. ഒരു പോം പോലൊരു സാധനവും പിന്നെ ഒരു ബോട്ടിലെ അതേ പാറ്റേണിലൊരു ടാഗും ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. ഇതിലൊരു സ്ട്രോ സ്റ്റോപ്പർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതാണ് ആക്ച്വലി വെച്ചിരിക്കുന്നത്. അത് നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഞാനൊരു പിങ്ക് ഷെയ്ഡിലുള്ള പോലത്തെ ബോട്ടിൽസൊക്കെ നോക്കിയായിരുന്നു, പക്ഷേ ഇത് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ തടഞ്ഞു. ഈ കളർ കോമ്പിനേഷൻ നല്ല രസമായിട്ട് എനിക്ക് തോന്നി, ബ്ലൂ ആൻഡ് ഓറഞ്ച്. അങ്ങനെ അതെടുത്തു. പിന്നെ ഞാൻ 2 പ്രെറ്റി ആയിട്ടുള്ള ഫോൺ ജാംസ് മേടിച്ചു. ആ ഷോപ്പിൽ, ഇത് മിനിസോ അല്ല കേട്ടോ, ആ ഷോപ്പിൽ എന്തേരം ഫോൺ ജാംസ് ഉണ്ടെന്നറിയാമോ. എനിക്കതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലായിപ്പോയി. ഇതൊരു ക്യാറ്റിൻ്റെ ഒരു ക്യാറ്റ് ഡോണറ്റ് പോലെ വരുന്ന ഡിസൈനിലുള്ള ഒരു ഫോൺ ജാമാണ്. അതിൻ്റെ മേളിലായിട്ട് തീമിൽ സ്റ്റാർ ഫിഷ്, ജെല്ലി ഫിഷൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെ എല്ലാ ഡിസൈൻസും ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അതിനടുത്തത് ഒരു കപ്പ് കേക്ക് പോലെ ഒരു ഡിസൈനാണ്. കപ്പ് കേക്കും ഒരു ബോട്ടൈയും ഉള്ള. നമ്മളൊക്കെ ഇങ്ങനെ ക്യൂട്ട് ആൻഡ് എസ്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് ഇതൊക്കെ കണ്ടാൽ സത്യത്തിൽ മേടിച്ചിട്ട് വരാതിരിക്കാൻ പറ്റില്ല. ഞാനിതിങ്ങനെ എടുത്ത് നോക്കിയിട്ടേ ഇരിക്കുക, അത്ര ഭംഗിയായിട്ടുണ്ട് കാണാൻ. ഭയങ്കര കുഞ്ഞല്ലേ, അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. ഇത് ആക്ച്വലി ഒരു വീടിൻ്റെ ഷേപ്പിലുള്ള മെറ്റാലിക് സ്റ്റോറേജ് ബോക്സാണ്. സ്റ്റോറേജ് ആവശ്യത്തിനൊന്നും അല്ല ഞാനിത് ആക്ച്വലി മേടിച്ചത്, പക്ഷേ ഇത് സ്റ്റോറേജായിട്ട് ഉപയോഗിക്കാം. ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സ്റ്റേഷനറി ആയിട്ടുള്ള ചെറിയ സാധനങ്ങളൊക്കെ എനിക്ക് സൂക്ഷിക്കാം. മെയിനായിട്ട് ഇതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് വാങ്ങിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ പാസ്റ്റൽ കളേഴ്സാണ്, പിന്നെ അതിൽ കുറേ ക്യൂട്ട് ക്രീച്ചേഴ്സൊക്കെ ഉണ്ട്. നമ്മളിതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഡെക്കോർ പീസ് പോലെ കാണും. ഒരു വീടിൻ്റെ ഡിസൈനാണ്, ഓരോ സൈഡിലും ഓരോ ക്രീച്ചേഴ്സാണുള്ളത്. പിന്നെ ഇത് കുറച്ച് പാസ്റ്റൽ ഷെയ്ഡിലുള്ള സീലിംഗ് ക്ലിപ്സാണ്. നമ്മൾ ഈ പാക്കറ്റൊക്കെ പൊട്ടിക്കുമ്പം അതിങ്ങനെ എയർ ടൈറ്റായിട്ട് അടച്ച് വെക്കുന്ന ക്ലിപ്പില്ലേ, ആ സംഭവമാണ് ഇത്. ഇതിൻ്റെ കളേഴ്സും എനിക്ക് ഇഷ്ടപ്പെട്ടു, പിന്നെ റേറ്റും നല്ല അട്രാക്റ്റീവ് ആയിരുന്നു, സോ ഞാൻ എടുത്തു. ഇതൊരു ഡെക്കോർ പീസാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല, കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ വീട്ടിലോട്ട് മാറിയിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. അതേപോലെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ടേബിൾ എൻ്റെ കയ്യിൽ വന്നിട്ടും കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. ഇതെൻ്റെ വർക്കിംഗ് പ്ലസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടേബിളാണ്. അപ്പോൾ ഈ ടേബിൾ മേക്ക് ഓവറൊക്കെ ചെയ്യണമെന്ന് എനിക്കും കുറേ നാളായിട്ട് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടി കളക്ട് ചെയ്ത കുറച്ച് സാധനങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണിക്കുന്നതിൽ ചില ഐറ്റംസൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ട്, പക്ഷേ അവിടെ ചെന്നപ്പം അവിടുത്തെ ഒരു സ്റ്റോറിൽ എനിക്കിത് ഒത്തിരി ലാഭമായിട്ട് കിട്ടുന്ന പോലെ തോന്നി, അതുകൊണ്ടാണ് വാങ്ങിച്ചത്. പിന്നെ ഞാനൊരു കളർ തീം ഫോളോ ചെയ്താണ് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിരിക്കുന്നത്. എൻ്റെ ടേബിൾ വൈറ്റ് കളറല്ല, പ്യുവർലി ഫുൾ ബ്ലാക്കാണ്. അപ്പോൾ ആ ടേബിളിൽ എസ്തറ്റിക്കായിട്ട് വരുന്ന കുറച്ച് ഷെയ്ഡ്സാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് പിങ്ക്, ലൈറ്റ് ബ്ലൂ, ലൈറ്റ് മിൻറ്റ്, വയലറ്റ്, അങ്ങനത്തെ കുറച്ച് കളർ പാലറ്റ്സാണ്. എനിക്ക് എല്ലാം ഇങ്ങനെ പിങ്ക് കളർ, എല്ലാം ഇങ്ങനെ വൈറ്റ് കളർ വെക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതൊരു സോളില്ലാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ കുറച്ച് കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതൊരു കാക്ടസ് ഷേപ്ഡ് ഫ്ലവർ പോട്ടാണ്. ഇത് ഞാൻ ടേബിളിൽ വെക്കില്ലായിരിക്കും, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഇവിടെ എല്ലാം മിക്കവാറും പേരുടെ കയ്യിലുള്ള ഒരു ടൈപ്പ് ഫ്ലവർ വാസാണ്. ഇതിപ്പോൾ എല്ലായിടത്തും വലിയ ട്രെൻഡാണല്ലോ ഈ ഫാന്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ. ഇത് ഹാൻഡ് ബാഗിൽ വെക്കുന്ന ഒരു ഫാനാണ്. ഇത് ബാറ്ററി ഓപ്പറേറ്ററാണ്, ബാറ്ററി ഇപ്പോൾ ഇട്ടിട്ടില്ല.
ബാറ്ററി ചേർന്നല്ല വരുന്നത്, നമ്മൾ തന്നെ ഇടണം. ഇതേപോലത്തെ 2-3 ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു സ്റ്റേഷനറി എന്നല്ല, ഒരു ഓർഗനൈസറാണ്. ഇതിൻ്റെ ഭംഗി എന്താണെന്നറിയോ, ഈ ലെതർ പോലത്തെ സ്ട്രാപ്സാണ്. എനിക്കിത് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടമായി, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. എനിക്ക് ഈ കളറും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിങ്ങനെ ബ്രഷ്, പെൻസിൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം. പിന്നെ കുറച്ച് ടൂളിപ്സ് ഞാൻ മേടിച്ചായിരുന്നു. ഇതെൻ്റെ ടേബിളിൽ വയ്ക്കാൻ വേണ്ടി തന്നെയാണ് മേടിച്ചത്. മെയിനായിട്ട് ഈ ഷോപ്പിംഗ് ഹാളിൽ കാണിക്കുന്ന ഒരു 50% ഐറ്റംസും എനിക്ക് എൻ്റെ ടേബിൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. കാരണം ഇപ്പോൾ എൻ്റെ ടേബിൾ ഭയങ്കര ബ്ലാങ്കാണ്. പിന്നെ കുറച്ച് ഓർഗനൈസേഴ്സൊക്കെ എനിക്ക് അത്യാവശ്യമായിരുന്നു. എൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ മെസ്സി ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഇതിൽ കാണുന്ന പല ഐറ്റംസും നിങ്ങൾ ഡസ്റ്റ് മേക്ക് ഓവറിൻ്റെ സമയത്ത് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് നിങ്ങൾ കാണും. അതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡസ്റ്റ് ടൂർ, ഡസ്റ്റ് മേക്ക് ഓവർ. പിന്നെ ഇതൊക്കെ ആക്ച്വലി എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇനി വരുന്ന വീഡിയോസിൽ ഞാനത് ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. ഈ വുഡൻ സ്ക്വയറും പിന്നെ ഈ വീടിൻ്റെ ഷേപ്പിലുള്ള ബോക്സും നമുക്ക് എന്തെങ്കിലും വാൾ ഡെക്കോർ ചെയ്യാൻ വേണ്ടി വാങ്ങിയാണ്. കാരണം ഇതിൽ ഇൻബിൽഡായിട്ട് ഹുക്കൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് അത് മേടിച്ചു. അങ്ങനെ ഡസ്റ്റ് ഡെക്കോർ ഐറ്റംസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സ്റ്റേഷനറി ഐറ്റംസ് കാണാം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഡെസ്ക് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അതിലൊന്നാണിത്. ഇതൊരു പാൻഡ ഡിസൈനിലുള്ളൊരു പെൻസിൽ ഓർ പെൻ ഓർഗനൈസറാണ്. ഇതെല്ലാം ആദ്യം കാണിച്ചത് പ്ലാസ്റ്റിക്കാണ്. ഇപ്പോൾ കാണിക്കുന്ന 2 വുഡനാണ് കേട്ടോ. എനിക്കിതിലെ പാറ്റേൺസ് ഇഷ്ടപ്പെട്ടു. ഒന്ന് ക്യാറ്റും, നമ്മളുടെ ചാനലിൻ്റെ പേര് മൂൺ കിറ്റി എന്നാണ്. പിന്നെ ഞാനൊരു ക്യാറ്റ് ലവറാണ്. എനിക്ക് 4 ക്യാറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഓഫ്കോഴ്സ് മിക്കവാറും സാധനങ്ങളും ക്യാറ്റ് തീംഡ് ആയിരിക്കും. പിന്നെ ടെഡിയും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. സോ അത് 2 ഡിസൈനിലും ഉണ്ടായിരുന്നു, അത് ഞാൻ മേടിച്ചു. പിന്നെ ഇത് നിങ്ങൾ എല്ലായിടത്തും വീഡിയോസിലൊക്കെ കണ്ടു കാണും. ടേബിൾ ട്രാഷ് ക്യാനാണ്. ഇപ്പോൾ പെൻസിൽ ഷാർപ്നർ ചെയ്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് ആയിട്ടുള്ള വേസ്റ്റ് ഐറ്റംസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇതെന്താണെന്നറിയോ, ഇത് 2 എന്തിനാണ് വാങ്ങിയെന്ന് വെച്ചാൽ 2 കൂടെ ഉള്ള പാക്കറ്റ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ക്യൂട്ടായിട്ടുള്ള 2 ഷാർപ്നേഴ്സാണിത്. ഈ സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്ന ഷോപ്പ് എന്ന് വെച്ചാൽ എൻ്റെ പൊന്നെ എന്തോ ക്യൂട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നെന്നറിയാമോ. എനിക്കിത് കണ്ടിട്ട് എല്ലാം വേറെ ഇടാൻ തോന്നിയായിരുന്നു. പക്ഷേ നമ്മൾക്കൊരു ബാഗേജ് ലിമിറ്റ് ഉണ്ടല്ലോ ഫ്ലൈറ്റിൽ, അതുമല്ല ക്യാഷും നമ്മുടെ ബജറ്റിന് ഒരുങ്ങുന്ന മാത്രമേ നമ്മൾ മേടിക്കുകയുള്ളൂ. അതും നമ്മുടെ നാടല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഭയങ്കര ചൂസി ആയിട്ട് സാധനങ്ങൾ എടുക്കേണ്ടി വന്നു. പക്ഷെ ആ കട കണ്ട എല്ലാം കൂടെ വാരി എടുത്തിട്ട് വരാൻ തോന്നുന്നു. അത്രയ്ക്ക് ക്യൂട്ട് ഐറ്റംസ് ആണ് ആ സ്റ്റോറിൽ ഉണ്ടായിരുന്നത്. പിന്നെ എന്തൊക്കെ വാങ്ങിയാലും അധികം വലിച്ചു വാരി സാധനം വാങ്ങുന്നതിനോട് എനിക്കും വലിയ യോജിപ്പില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് തോന്നിയ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അതാണ് നിങ്ങളെ കാണിക്കുന്നത്. ഈ പാക്കേജിങ് തന്നെ എന്ത് ഭംഗിയാണ് നോക്കിക്കേ. ഇതൊരു 10 കളർ ബോൾ പോയിൻറ്റ് പെന്നാണ്. നമ്മുടെ നാട്ടിൽ ഇതുണ്ട്, പക്ഷേ ഈ ഡിസൈനിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. മേ ബി അവിടെയൊക്കെ കിട്ടുമായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്റ്റോറിലത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അത് വാങ്ങി. നമ്മൾ ഡെയിലി ജേർണലും പിന്നെ ക്രാഫ്റ്റ്, ആർട്ട്, അങ്ങനത്തെ ഡെക്കോർ ഐറ്റംസ് അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഈ പെന്നും പെൻസിൽസൊക്കെ എത്ര വാങ്ങിയാലും നമുക്ക് തികയില്ല. ഇത് ഞാൻ കണ്ണടച്ചുകൊണ്ട് എടുത്തൊരു സാധനമാണ്. ബിക്കോസ് ഇതിൻ്റെ തീം ക്യാറ്റ് തീമാണ്. പിന്നെ ഇതിൽ 3 ക്യാറ്റ്സിൻ്റെ കളേഴ്സില്ലേ, ഈ സെയിം കളേഴ്സാണ് എൻ്റെ പൂച്ചക്കുട്ടികൾക്കും. അപ്പോൾ ഇത് കണ്ട ഉടനെ ഞാൻ വീണുപോയി. അങ്ങനെ അത് എടുത്താണ്. ഇത് സാധാരണ ബ്ലൂ കളർ ബോൾ പോയിൻറ്റ് പെന്ന് തന്നെയാണ്. നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ. എനിക്കിത് കണ്ടപ്പോൾ എൻ്റെ പൂച്ചക്കുട്ടിയെല്ലാം ഓർമ്മ വന്നിട്ട് ഞാൻ എടുത്തതാണ്. ഇതെന്താണെന്നറിയോ, ഇത് ഇറേസറാണ്. നമ്മുടെ പെൻസിലില്ലേ അതേപോലെ ഉപയോഗിക്കുന്ന ഇറേസറാണ്. അതിൽ 2 എക്സ്ട്രാ സ്പെയർ ഇറേസേഴ്സും തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്നതനുസരിച്ച് റബ്ബർ പുറത്തോട്ട് വരും.
ഇത് പിന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സംഭവമാണ്, എത്ര മേടിച്ചാലും തികയാത്തൊരു ഐറ്റമാണ്. മെമ്മോ പാഡാണ്. ഇതിൽ 4 ടൈപ്പ് പാറ്റേൺസ് വരുന്നുണ്ട്. ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊരു കേസിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഉള്ളിൽ 4 ഡിഫറെൻറ്റ് പാറ്റേൺസിൽ വരുന്ന പാക്കറ്റ്സ് ആണുള്ളത്. എല്ലാത്തിലും ബണ്ണി തീമാണ്, ബട്ട് പാസ്റ്റൽ കളേഴ്സിലുള്ള 4 ഡിഫറെൻറ്റ് പാറ്റേൺസ് വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇനിയിപ്പം ഇതിൽ കേസുമായിട്ട് വന്നത് കാരണം എനിക്ക് ഈ കേസിലിട്ട് തന്നെ ഇത് സൂക്ഷിക്കാവുന്നതാണ്. ഇനി അതിന് തനിച്ച് ഓർഗനൈസർ മേടിക്കണ്ടല്ലോ എന്നൊരു സന്തോഷം. അപ്പോൾ ഇത് നമ്മൾക്ക് ഇങ്ങനെ ഡെസ്കിൽ വെക്കാവുന്നതാണ്. ഇതും മറ്റേ ഷാർപ്നറിൻ്റെ കഥ പോലെയാണ്. ഒരെണ്ണം വാങ്ങുകയെന്ന് വെച്ചാൽ അവിടെ ഒരെണ്ണമായിട്ടില്ല, 4 എണ്ണം ചേരുന്ന ഒരു പാക്കറ്റായിട്ടേ അവർ വിൽക്കുന്നുള്ളൂ. പക്ഷേ 4 നല്ല അടിപൊളി കളേഴ്സും അടിപൊളി ഡിസൈൻസും ആയിരുന്നു. ക്യാറ്റ്, ഡൈനോ, പിന്നെന്താ ബണ്ണി. ഇതെന്താ ഓക്കെ എനിക്കറിയില്ല അതെന്താന്ന്. അതും ബണ്ണി പോലെ തന്നെ ഉണ്ട്. ഇതും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു മെമ്മോ പാഡാണ്. ഇതിൽ 3 ഡിഫറെൻറ്റ് ഡിസൈൻസ് ആൻഡ് സൈസിലുള്ള മെമ്മോ പാഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കവായി സ്റ്റേഷനറി ഹോളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എൻ്റെ ഫേവറേറ്റ് പാർട്ടിലോട്ട് പോവാം, പ്ലഷി ഹോൾ. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച കുറച്ച് പ്ലഷീസാണ്. ഞാനെല്ലാം ചെറിയ പ്ലഷ് ടോയ്സാണ് എപ്പോഴും വാങ്ങാറ്. എനിക്ക് ഒത്തിരി ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഇഷ്ടമല്ല. ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഇതൊരു സാൻഡ്രിയോ ക്യാരക്ടറാണ്. അതൊരു ഡൈനോ ഷേപ്പിലുള്ള സ്വെറ്റർ ഇട്ടേക്കുന്ന സാൻഡ്രിയോ ക്യാരക്ടറിൻ്റെ പ്ലഷിയാണ്. ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ എന്ത് സൂപ്പറാണെന്നറിയോ. ഇതിനകത്തെ സ്റ്റഫിങ്ങും എല്ലാം നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ്. പിന്നെ ഇതൊരു ക്യൂട്ട് മഷ്റൂമാണ്. ഞാൻ ആക്ച്വലി മിൻറ്റ് ഗ്രീൻ കളർ മഷ്റൂമാണ് എടുത്തത്. അപ്പോൾ അവിടുത്തെ സ്റ്റോറിലുണ്ടായിരുന്ന ചേച്ചി ഓടി വന്നിട്ട് പറഞ്ഞ് എൻ്റെ അടുത്ത് പിങ്കും വൈറ്റും ഉള്ളതുകൊണ്ട് അത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അത് കാണിച്ചപ്പം മിൻറ്റ് ഗ്രീനിനെക്കാട്ടിലും ക്യൂട്ടായിട്ട് തോന്നി. അങ്ങനെ പിങ്ക് കളർ എടുത്തിട്ട് വന്നു. അടുത്തതൊരു ബാഗ് ജാം പ്ലഷിയാണ്. ഇതൊരു കപ്പിബാരയാണ്. ഈ ബാഗ് ജാം ഞാൻ ആ ട്രിപ്പിൽ ഫുൾ ടൈം എൻ്റെ ഹാൻഡ് ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഐറ്റമാണ്. എന്ത് ക്യൂട്ടല്ലേ കാണാൻ. കപ്പിബാര ഒരു ബണ്ണി ഷേപ്ഡ് ബാഗൊക്കെ തൂക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ആയത് കാരണം ഫുൾ ടൈം ഞാനിത് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ബാഗ് ചാംസ് ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ. ഇതും അതേപോലെ തന്നെ ഒരു ബാഗ് ചാമായിട്ടോ കീ ചെയിനായിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്ന സാൻഡ്രിയോൻ്റെ ഒരു പ്ലഷിയാണ്. സാൻഡ്രിയോൻ്റെ വലിയ ലൈഫ് സൈസ് ഡോൾസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചെറുതാണ് ഇഷ്ടം. ചെറിയ പ്ലഷ് ടോയ്സ് അല്ല ക്യൂട്ടായിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായമാണ് ഇത്. അതുകൊണ്ട് ഞാനെല്ലാം ഒരു മീഡിയം ആൻഡ് സ്മോൾ സൈസിലേ മേടിക്കാറുള്ളൂ. അയ്യോ, ഇത് ഞാൻ കടയിൽ കണ്ട ആ സെക്കൻഡിൽ തന്നെ ഞാനിങ്ങനെ മെൽറ്റായിപ്പോയി. ഇതൊരു ബ്രെഡ് ലോഫാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഓംലെറ്റൊക്കെ ഫ്രൈഡ് എഗ്ഗൊക്കെ ഉണ്ട്. ഇതിൻ്റെ സോഫ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഒരു ഫാബ്രിക് ആൻഡ് ഫില്ലിംഗ് ആണ് ഇതിനുള്ളത്. ഇവന്മാരെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും കണ്ട് പരിചയം ഉണ്ടാവും. ഞാൻ അവിടെ മെഗ്ഡിയിൽ ഹാപ്പി മീൽസ് മേടിച്ച സമയത്ത് കിട്ടിയ കുറച്ച് ടോയ്സാണ്. ഇവർക്ക് മറ്റുള്ള ഡിഷസിൻ്റെ കൂടെ ഇങ്ങനത്തെ ടോയ്സൊക്കെ കൊടുത്തൂടെ? ഈ ടോയ്സ് പ്രതീക്ഷിച്ച് വരുന്ന 20 മേളിൽ വയസ്സുള്ള കുറേ കുട്ടികളുണ്ടെന്നുള്ള കാര്യം ഇവർക്കറിയില്ലല്ലോ. ഇതിനു വേണ്ടി ഓരോ വട്ടം മെഗ്ഡി പോകുമ്പം ഹാപ്പി മീൽ മാത്രം മേടിച്ച് കഴിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ഇത് കുഞ്ഞിൽ തൊട്ടേ ഞാൻ ഡോൾസിനോട് ഭയങ്കര ഒബ്സസ്ഡ് ആയിരുന്നു. പിന്നെ വളർന്നു വന്നപ്പം ഏതോ ഒരു മൊമെൻറ്റിൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോയായിരുന്നു. അപ്പം ഈ ഒരു ഡോള് കണ്ടപ്പം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ മേടിച്ചതാണ്. ഈ ഡോളി നമ്മുടെ സാധാ ഡിസൈൻസിൽ വരുന്ന ഡോൾസ് അല്ല. ഇതൊരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ഉള്ള ഡോളാണ്. സോ എല്ലാ പാർട്ടും മൂവബിളാണ്. അതുമല്ല ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ
ടിപ്പിക്കൽ ലൊലീത്ത ഡോളിൻ്റെ ഡിസൈനാണ്. ലൊലീത്ത ഡോൾ എന്താണെന്ന് അറിയാത്തവർ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ മതി. ലൊലീത്ത ഡോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ നല്ല ഫ്രില്ലൊക്കെയുള്ള ഫ്രോക്സ് ഇട്ട് ഹെഡ് ബാൻഡൊക്കെ ഇട്ട് വലിയ ഹെയറൊക്കെ ഉള്ള ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡോൾസാണ് ലൊലീത്ത ഡോൾസ്. അപ്പം അതുപോലെ ഒന്ന് വേണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഇത് കണ്ട ഉടനെ ഞാൻ എടുത്തു. ഇതിൻ്റെ കണ്ണിലെ ഡീറ്റെയിൽസൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. ഇതൊരു ബാഗ് ചാമാണ്. ഇതൊരു സൺഫിഷ് ബാഗ് ചാമാണ്. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഇത് സൺഫിഷ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി വേറെ വല്ലതും ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറയണേ. ഇതിൻ്റെ സ്റ്റഫിങ്ങും ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡോൾസ് ഒത്തിരി ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് അവിടെ കുറേ ഡോൾസിൻ്റെ ബാഗ് ചാംസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 2 ഞാൻ എടുത്തായിരുന്നു. ഇതിലെ ഫസ്റ്റ് വണ്ണാണിത്. എന്ത് ക്യൂട്ടല്ലേ കാണാൻ. ലൈക്ക് നമ്മുടെ പാമ്പിൻ്റെ ഉള്ളിലുള്ള അത്ര സൈസിലുള്ള ഡോൾസാണ്. ഇത് നമുക്ക് ബാഗിലിടാം, കീച്ചനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾക്കിങ്ങനെ കളക്റ്റബിളായിട്ട് ഡെക്കോറായിട്ടും വെക്കാം. ഈ ഡോളും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതിൻ്റെ കണ്ണ് ഭയങ്കര ഭംഗിയാണ് കാണാൻ. അതേപോലെ മിക്കി മൗസിൻ്റെ ഹെയർ ബാൻഡൊക്കെ ഇട്ട് പിങ്ക് ഷൂസൊക്കെ ഇട്ട് ബ്രെയ്ഡൊക്കെ ചെയ്ത ഹെയറുള്ള ക്യൂട്ടായിട്ടുള്ള ഡോളാണിത്. ഇതിൻ്റെ കണ്ണ് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മലേഷ്യയിൽ നിന്ന് മേടിച്ച കുറച്ച് കവായി ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ ഈ ഹോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കണ്ട ഐറ്റംസിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഏതൊക്കെയാണെന്ന് കമൻറ്റ് സെക്ഷനിലൊന്ന് പറയണേ. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.